വന്ദനയും ഞാൻ അച്ഛനെ ന്യായീകരിക്കുകയാണെന്ന് കരുതരുത്. അച്ഛൻ്റെ പേരിലുള്ളൊരു കേസ് നാളെയാ വിധി പറയുന്നത്. അതിൻ്റെ ആലോചനയിലും ടെൻഷനിലേക്ക് ആവുമോ അച്ഛൻ? അതായിരിക്കും. എന്നാലും വന്ദനെ, സത്യത്തിൽ ആ കേസിൽ അച്ഛൻ നിരപരാധിയാ. സ്വന്തം പാർട്ടിയിലുള്ള ചിലരും എതിർ പാർട്ടിക്കാരും ചേർന്ന് ഈ കേസിൽ അച്ഛനെ കുടുക്കിയതാ. എന്നാലും ഈ കേസിൽ അച്ഛൻ ജയിക്കണമെന്ന് തന്നെ എൻ്റെ ആഗ്രഹം. സ്വന്തം പിതാവ് ജയിൽവാസം അനുഭവിക്കുന്നത് കാണാൻ എനിക്ക് ശക്തിയില്ല. ഒരു മകനും അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. നാളത്തെ വിധി അച്ഛന് ജയിൽ ശിക്ഷ നൽകിയാൽ പിന്നെ കരുണാകരക്കുറിപ്പില്ല. ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷ ഏറ്റുവാങ്ങാനുള്ള മനക്കരുത്തൊന്നും ആ മനുഷ്യനില്ല. വന്നെനിക്കറിയാലോ, എന്റെ മുന്നിൽ ചാടിക്കടിക്കാൻ നിൽക്കുമ്പോഴും ആ കണ്ണുകളിൽ എന്നോടുള്ള വാത്സല്യത്തിന്റെ നനവ് കാണും. ഒരു ദിവസം ഒരിക്കലെങ്കിലും അച്ഛൻ എന്നെ ഒന്ന് കാണണം. അതിനാ പലപ്പോഴും തല്ലാനും ശകാരിക്കാനൊക്കെ വേണ്ടി എന്നെ തേടി വരുന്നത്. ജഗനങ്ങള് കരയുന്നു. സോറി. ഞാൻ പറഞ്ഞതൊക്കെ മറന്നേക്ക്. അച്ഛന് ഞാൻ വേറെ പാല് കൊണ്ടു കൊടുക്കാം. വേണ്ട, വന്ദന ഇത് പറഞ്ഞില്ലേ, അത് തന്നെ ധാരാളം. എന്റെ ചങ്കൊന്നു പഠിച്ചപ്പോ എന്നെ സമാധാനിപ്പിച്ചില്ലേ, അത് മതി. മതി രണ്ടുപേരും കരഞ്ഞത്. ഇന്ന് രണ്ടുപേർക്കും ദിയമോള വക ഐസ്ക്രീം. വാ, നമുക്ക് പുറത്തേക്ക് പോവാം. അമ്പടി കള്ളി, അതിനിടയിൽ ഒരു ഐസ്ക്രീം അങ്ങ് ഒപ്പിച്ചെടുത്തല്ലേ. പ്ലീസ് അങ്കിൾ, ഒരു ഐസ്ക്രീം മേടിച്ചാ. എന്നാ വാ, നമുക്കേ പുറത്തു പോയി കഴിക്കാം. വാ വന്ദനെ.